ഇപ്പോൾ 1 കപ്പ് തോരൻ പരിപ്പിനകത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ച് തക്കാളിയും പടവലങ്ങയും കൂടെ ഇട്ട് വേവിച്ച് അത് ആദ്യമേ നമ്മൾ 1 കപ്പ് തോരൻ പരിപ്പിനകത്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തിട്ട് 2 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് പിന്നെ തക്കാളിയും പടവലങ്ങയും ഇട്ട് 1 വിസിലൂടെ അടുപ്പിച്ച് കടുക് താളിച്ചെടുത്ത ഒരു കറിയാണ്. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ വളരെ ടേസ്റ്റിയായ ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ ഇവിടെ ഒരു 200 തോരൻ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇനി ഒരു കഴുകിയിട്ട് കുക്കറിട്ട് വേവിക്കാം. ഇപ്പം ഞാൻ ഇവിടെ 200 ഗ്രാം തോരൻ പരിപ്പാണ് എടുത്തത്. ഒരു ബൗളിനകത്ത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. അപ്പോൾ അതിന് 3 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ആ ബൗളിന് 3 ബൗള് വെള്ളമാണ് ഒഴിച്ചത്. വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 വിസിലടിച്ചാണ് വേവിച്ചത്. കുക്കറിൽ 2 വിസിലടിച്ച് വേവിച്ച് ഇനി ഇത് ഒരു 300 ഗ്രാം പടവലങ്ങയാണ്. 300 ഗ്രാം പടവലങ്ങയുടെ ഇതിനകത്തിട്ട് ഒരു 50 ഗ്രാമോളം ഇവിടെ ഒരു വലിയ തക്കാളി, നല്ലപോലെ പഴുത്ത തക്കാളി, അതും കൂടെ ഇതിൻ്റെ അകത്തിട്ട് ഇനി 1 വിസിലൂടെ അടിച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ തോരൻ പരിപ്പ് വേവിച്ചപ്പോഴത്തേക്ക് ഉപ്പിട്ടാണ് വേവിച്ചത്. ഇപ്പോൾ ഇനി ഇത് വെന്തതിന് ശേഷം നമുക്ക് ഉപ്പ് പരുവം നോക്കിയാൽ മതി. ഒന്ന് ഇളക്കി ഇനി 1 വിസിലൂടെ അടിച്ച് കൊണ്ടുവരാം. ഇപ്പോൾ തക്കാളി പടവലങ്ങ ഇട്ട ശേഷം 1 വിസിലൂടെ അടുപ്പിച്ച് നമുക്ക് കുക്കർ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ കടുക് താളിക്കാനായിട്ട് 1 സ്പൂൺ എണ്ണ എടുത്ത്, 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് കടുകിട്ട് ചെറിയ 1/2 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട്, പൊടിക്കാത്ത ജീരകം ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. പിന്നെ 1/2 കപ്പ് ഉള്ളിയാണ് ഇട്ടിരിക്കുന്നത്. ഈ ഉള്ളിയിലൊന്നും കുറയ്ക്കാൻ പാടില്ല. നമ്മൾ വേറെ മസാലയൊന്നും അങ്ങനെ ചേർക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളി കുറയ്ക്കരുത്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് 3 വലിയ മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ഞാൻ പറഞ്ഞ കണക്ക് ഇത് മുളക് നമുക്ക് വേണം, വേറെ മസാലയൊന്നും ഇടുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ കടുക് താളിക്കാൻ ഇടുന്ന മുളകിൽ കുറച്ച് വരുത്താൻ പാടില്ല. 3 വലിയ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത പരിപ്പ് പടവലങ്ങ മിശ്രിതം ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ ഇത് കടുക് താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കണം. ഇളക്കിയിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം. ഇത് അടയ്ക്കാതെ തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് ഉപ്പ് നോക്കണം. സാധാരണ രീതിയിൽ കടുക് വറുത്ത് താളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറക്കി വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കടുക് താളിച്ച് ഒന്നുകൂടെ ഒന്ന് ഇറക്കി ഉപ്പൊക്കെ കറക്റ്റാണ്, എന്നാലും ഒരു ശകലം കൂടെ ഇട്ടേക്കാം. അപ്പോഴൊരു തിളവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റൗ ഓഫാക്കുകയാണ്. ഇനി ഇത് അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ വളരെ ടേസ്റ്റിയായൊരു കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് സൂപ്പറാണ്. അപ്പോഴിത് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.